വിനയ്ക്ക് ഓർമ്മയുണ്ടോയെന്നറിയില്ല. ഫസ്റ്റ് നമ്മൾ ഈ കേസിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ ഒരു ഫാമിലിയെ നമ്മൾ വിട്ടുപോയില്ലേ? വിനയ്ക്ക് മനസ്സിലായില്ല അല്ലേ? മനസ്സിലായി സാർ. ജാൻസിയുടെ വീടുമായി നല്ല റിലേഷനുള്ള കുടുംബം അതാണോ? യെസ്. നമുക്ക് അവിടെ ഒന്ന് പോകണം. ഈ ജെയിംസിനെ കുറിച്ച് കൂടുതൽ എന്തെങ്കിലും കിട്ടിയാലോ? ശരി സാർ. അവർ അവിടേക്ക് പോകുന്നു. വീട് നേരത്തെ വിനയ്ക്ക് അറിയാവുന്നതുകൊണ്ട് ആരോടും ചോദിക്കേണ്ടി വരുന്നില്ല. വീടെത്തി. ഡോറിൽ മുട്ടുന്നു. അകത്തു നിന്നും ഒരാൾ വാതിൽ തുറക്കുന്നു. അതൊരു സ്ത്രീയായിരുന്നു. ആരാ? എൻ്റെ പേര് വിനയ്. ഞങ്ങൾ ക്രൈംബ്രാഞ്ചിൽ നിന്നുമാണ് വരുന്നത്. ഇവിടെ വേറെ ആരുമില്ലേ? ചേട്ടനുണ്ട്, ജോലിക്ക് പോയിരിക്കുക. നിങ്ങളുടെ പേരെന്താ? മോളിന്നാ സാറേ. ഓക്കെ. ഞങ്ങൾ വന്നത് ഒരു കേസ് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഇവിടെ ഈ ഫിലോമിനയുടെ വീട് ഏതാ? അയ്യോ സാറേ, അവരൊക്കെ ഇവിടെ നിന്ന് പോയി കുറച്ചു കാലമായി. എവിടേക്കാ പോയത്? അതറിയില്ല സാർ. നിങ്ങളും അവരുമായി നല്ല അടുപ്പത്തിലാണെന്നാണല്ലോ നാട്ടുകാർ പറയുന്നത്. എന്നിട്ട് എങ്ങോട്ടേക്കാണ് പോയതെന്നറിയില്ലേ? അത് അടുപ്പമൊക്കെ ഉണ്ടായിരുന്നു. അവരിവിടുന്ന് പോയതിന് ശേഷം ഒരു ബന്ധവുമില്ല. അവരിവിടുന്ന് പോയിട്ട് എത്ര നാളായി? 2-2.5 വർഷം കഴിഞ്ഞു സാറേ. നിങ്ങൾക്ക് അവരുമായിട്ട് എങ്ങനെയാ പരിചയം? ഞങ്ങൾ ഇവിടെ വീട് വെച്ച് താമസിക്കാൻ വരുമ്പോഴേ അവരിവിടെ ഉണ്ടായിരുന്നു. ചേച്ചിയും 2 മക്കളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നല്ല സഹകരണമായിരുന്നു. മോളിക്ക് ഒരു റമീസിനെ അറിയാമോ? അറിയാം. എങ്ങനെ അറിയാം? ഫിലോമിന ചേച്ചിയുടെ മോളുടെ കൂട്ടുകാരനായിരുന്നു. കൂടെ ജോലി ചെയ്യുന്നതാ. അതായത് ജാൻസി, അതാണ് ആ കുട്ടിയുടെ പേര്. ഓക്കെ. ജാൻസിക്കൊപ്പം എപ്പോഴും ഇവിടെ വരുമായിരുന്നു. അവർ തമ്മിൽ നല്ല അടുപ്പമായിരുന്നു. അടുപ്പമെന്ന് പറയുമ്പോൾ പ്രണയം? അയ്യോ, അങ്ങനെ അല്ല സാർ. അവർ നല്ല സുഹൃത്തുക്കൾ മാത്രമായിരുന്നു. അത് മോളിക്ക് എങ്ങനെ അറിയാം? അത് സാറേ, ആ കുട്ടിയും വേറൊരു പയ്യനുമായി പ്രണയത്തിലായിരുന്നു. അവരുടെ വിവാഹം ഉറപ്പിച്ചതാണ്. എന്താ അവൻ്റെ പേര്? ജെയിംസ്. റമീസിൻ്റെ ഉറ്റ ചങ്ങാതി ആയിരുന്നു. റമീസിനൊപ്പം ചിലപ്പോഴൊക്കെ ഇവിടെ വരുമായിരുന്നു. അങ്ങനെയാ ജാൻസിയുമായി അടുപ്പത്തിലായത്. എൻഗേജ്മെൻറ്റിന് 3 ദിവസം മുൻപാ റമീസിനെ ആരൊക്കെയോ ചേർന്ന് കൊലപ്പെടുത്തിയത്. അങ്ങനെ അത് മാറ്റിവെച്ചു. പിന്നാലെ ആ കുട്ടിയുടെ മരണവും. മോളിയുടെ കണ്ണ് നിറഞ്ഞ സംസാരം ഇടറുന്നുണ്ടായിരുന്നു. ഈ ജെയിംസിന് ബന്ധുക്കൾ ആരുമില്ലേ? ആരുമില്ലെന്നാ പറഞ്ഞേ. അപ്പോൾ ജാൻസിയെ കൊലപ്പെടുത്തിയത് ജെയിംസ് തന്നെ ആയിരുന്നു അല്ലേ? അങ്ങനെയാ പോലീസ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ? ഇല്ല സാറേ, ആ കുട്ടിക്ക് അങ്ങനെ ഒരിക്കലും ചെയ്യാൻ കഴിയില്ല. ഞങ്ങൾ മാത്രമല്ല, ഫിലോമിന ചേച്ചിയും ആ പയ്യനെ അറിയുന്ന ആരും അത് വിശ്വസിച്ചിരുന്നില്ല. അതുകൊണ്ടായിരിക്കും ജെയിംസിനെ ജയിലിൽ നിന്ന് ഇറക്കാൻ ഫിലോമിന തന്നെ കോടതി കയറി ഇറങ്ങിയത്. അതെ സാർ, അതിനുവേണ്ടി സ്വന്തം വീട് പോലും വിറ്റാണ് അവർ കേസ് നടത്തിയത്. അവർക്ക് വട്ടാണെന്ന് വരെ നാട്ടുകാർ പറഞ്ഞു നടന്നു. കേസ് CBI അന്വേഷിക്കണമെന്ന് പറഞ്ഞ് കുറച്ചുനാൾ അവർ സമരം നടത്തിയില്ലേ? പിന്നെന്താ പെട്ടെന്ന് പിന്മാറിയത്? അത് സാർ, സമരം അവസാനിപ്പിച്ചില്ലെങ്കിൽ മോനെ കൊന്നുകളയുമെന്ന് പറഞ്ഞ് കുറച്ചുപേർ വന്ന് ഭീഷണിപ്പെടുത്തി. അതാ. അപ്പോൾ ഇവിടുന്ന് പോയതിനു ശേഷം മോളി അവരെ കണ്ടിട്ടേയില്ലേ? ഇല്ല സാർ. ഈ വീട് വിറ്റ് പോയതിനു ശേഷം കുറച്ചുനാൾ അവരിവിടെ വാടകയ്ക്ക് തന്നെ താമസിച്ചിരുന്നു. അപ്പോഴാ ഫിലോമിന ചേച്ചി മരിക്കുന്നത്. അതിനുശേഷം മകൻ ജോൺ കുറച്ചു ദിവസം താമസിച്ചിരുന്നു. പിന്നെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞു പോയതാ. പിന്നെ ഞങ്ങൾ കണ്ടിട്ടില്ല. ജെയിംസ് ജയിലിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം ഇവിടെ വരികയോ മറ്റോ ചെയ്തിരുന്നോ? ഇല്ല സാർ, ഇവിടെ വന്നിട്ടില്ല. ജെയിംസിൻ്റെ വീട് എവിടെയാണെന്ന് മോളിക്ക് അറിയില്ലേ? ഇല്ല സാർ, സത്യമായിട്ടും എനിക്കറിയില്ല. ശരി, ഞങ്ങളത് വിശ്വസിക്കുക. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കും. ഓക്കെ സാർ. വിനയ് സാർ, നമ്മുടെ ഒരാളെ ഇവിടെ നിർത്തണം. ഇവരെ അത്രയ്ക്കങ്ങ് വിശ്വസിക്കേണ്ട. ഓക്കെ സാർ. അവർ അവിടെ നിന്നും ഇറങ്ങി വണ്ടിയിൽ കയറാൻ തുടങ്ങുമ്പോൾ വിനയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നു. ഹലോ, ആണോ? ഓക്കെ, ഞങ്ങൾ ഇപ്പോൾ തന്നെ എത്താം. സാർ, ജെയിംസിൻ്റെ വീട് കണ്ടുപിടിച്ചു. കുമാർ ഇപ്പോൾ സ്റ്റേഷനിലുണ്ട്. നമ്മളെ വെയിറ്റ് ചെയ്യുക അങ്ങോട്ടേക്ക് പോകാൻ. താങ്ക് ഗോഡ്. വേഗം വണ്ടിയെടുക്കുക. കുറച്ചു മണിക്കൂറിന് ശേഷം അവർ സ്ഥലത്തെത്തി. കാറിൽ നിന്നും പുറത്തിറങ്ങുന്നു. അപ്പോഴേക്കും അതുവഴി വന്ന ബൈക്ക് യാത്രക്കാരനോട് വഴി ചോദിക്കുന്നു. അതെ, ഈ സെന്റ് ആന്റണീസ് ചർച്ച് എവിടെയാ? അത് കുറച്ചുകൂടി പോയിട്ട് ഇടത്തോട്ടുള്ള വഴിയാ. താങ്ക്സ്. വീണ്ടും അവർ വണ്ടിയിൽ കയറി യാത്ര തിരിച്ചു. ആ പള്ളിയിലേക്ക് പോകുന്ന വഴിയിൽ വെച്ച് ഓഫീസർ ആസിഫ് ഖാൻ ഒരു കാഴ്ച കണ്ടു. പോസ്റ്റിലും മതിലുമൊക്കെ മരണപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ്റെ പോസ്റ്റർ ഒട്ടിച്ചിരിക്കുകയാണ്. വിനയ്, വണ്ടി ഒന്ന് നിർത്തിയേ. എന്താ സാർ? അദ്ദേഹം കാറിന് പുറത്തിറങ്ങി ആ പോസ്റ്റർ നോക്കുന്നു. ജെയിംസ് ആൽബർട്ട്, 28, ആദരാഞ്ജലികൾ. സാർ, നമ്മൾ തിരക്കി വന്ന ജെയിംസ് അല്ലേ ഇത്? ഇതെപ്പോൾ സംഭവിച്ചു? അപ്പോഴേക്കും അതുവഴി പോയ കാൽനട യാത്രക്കാരനോട് കാര്യം തിരക്കി.
നിന്നേ, ഈ പയ്യൻ എന്നാ മരിച്ചത്? അത് 2-3 ദിവസമായി. എങ്ങനാ മരിച്ചത്? ആത്മഹത്യ ചെയ്തതാ, പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി. എന്തിന്? അത് അവന് മാത്രമേ അറിയൂ സാർ. അപ്പോൾ നമ്മുടെ കേസ് ഇവിടെ അവസാനിപ്പിക്കേണ്ടി വരുമല്ലോ സാർ. ചിലപ്പോൾ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാനായി ഒട്ടിച്ചതാണെങ്കിലോ? എങ്കിൽ നാട്ടുകാരിങ്ങനെ പറയോ? നാട്ടുകാർ അവർ ആരെങ്കിലും ഒരാൾ പറയുന്നത് പാടി നടക്കുന്നവരാ. സാർ എന്താ പറയുന്നേ? നമുക്ക് ആ അച്ഛനെ ഒന്ന് കാണാം കുമാർ. എന്താ അച്ഛൻ്റെ പേര്? ഫാദർ സെബാസ്റ്റ്യൻ എന്ന. തുമ്പും വാലുമൊക്കെ ഉണ്ട്, അത് മറന്നു. അവർ പള്ളിമുറ്റത്തെത്തി നിൽക്കുമ്പോൾ അവിടേക്ക് കപ്പിയാർ വരുന്നു. ആരാ? ഞങ്ങൾ ക്രൈംബ്രാഞ്ചിൽ നിന്നാ. എന്താ സാറേ കാര്യം? ഞങ്ങൾക്ക് ഫാദറിനെ ഒന്ന് കാണണം, ഒരു കേസ് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാ. ഫാദർ അകത്തുണ്ട്, വരൂ. അച്ചോ, അച്ഛനെ കാണാൻ വന്നതാ, പോലീസുകാരാ. എന്താ സാറേ? അച്ചോ, എൻ്റെ പേര് ആസിഫ് ഖാൻ, ക്രൈംബ്രാഞ്ചിൽ നിന്നാ. ഞങ്ങൾക്ക് അച്ഛനോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. എന്താ സാർ, എന്താണെന്ന് വെച്ചാൽ ചോദിച്ചോളൂ. ഫാദറിനൊരു ജെയിംസിനെ അറിയാമോ? ഇവിടുത്തെ ഓർഫനേജിൽ വളർന്ന. അറിയാം. അവനെ അന്വേഷിച്ച് വന്നതാണോ? അതെ, അവൻ പറഞ്ഞിരുന്നു അന്വേഷിച്ച് വലിയ വലിയ ആൾക്കാർ വരുമെന്ന്. അത് പോലീസാണെന്ന് ഞാൻ കരുതിയില്ല. 3 ദിവസം മുൻപ് അവൻ ഇവിടെ വന്നിരുന്നു. കുമ്പസരിക്കണം എന്ന് പറഞ്ഞാ വന്നത്. പക്ഷേ കുമ്പസരിച്ചില്ല. പകരം അങ്ങുമിങ്ങും തൊടാത്ത രീതിയിൽ എന്തൊക്കെയോ പറഞ്ഞിട്ട് പോയി. എന്താ അവൻ പറഞ്ഞത്? അത് അദ്ദേഹം അന്നേ ദിവസം നടന്ന കാര്യങ്ങൾ പറയുന്നു. ആഹാ, ഇതാരാ? നീ ജയിലിൽ നിന്ന് എപ്പോൾ ഇറങ്ങി? 2-3 മാസമായി. ആണോ? നീ ഇവിടെ എന്താ? ആരെങ്കിലും കാണാൻ വന്നതാണോ? അതെ, അച്ഛനെ കാണാൻ. പിന്നെ എനിക്കിവിടെ ആരാ കാണാനുള്ളത്? എന്താ കാര്യം? വേറൊന്നുമില്ല, ഞാനൊന്ന് കുമ്പസരിക്കാൻ. കുമ്പസാര രഹസ്യം പുറത്തു പറയാൻ പാടില്ലല്ലോ എന്നല്ലേ അച്ചോ? അതെ. എന്നാ പിന്നെ വേണ്ട. അതെന്താ? ഞാൻ വെറുതെ പറഞ്ഞതാ. ഒന്ന് അച്ഛനെ കാണാനായിട്ട് വന്നതാ. സ്വന്തം തന്തയ്ക്കും തള്ളയ്ക്കും വേണ്ടാതെ വഴിയിൽ കളഞ്ഞപ്പോൾ വളർത്തി വലുതാക്കിയത് അച്ഛനാ. വേറെ ആരുമില്ല എനിക്ക് വിഷമങ്ങൾ പറയാൻ പോലും. എന്താ നിനക്ക് പറയാനുള്ളത്? 2-3 ദിവസത്തിനകം എന്നെ അന്വേഷിച്ച് ചിലർ ഇവിടെ വരും. അവർ എന്നെക്കുറിച്ച് ചിലതൊക്കെ ചോദിക്കും. അച്ഛൻ അറിയാവുന്നതെല്ലാം പറയണം. അവർ ഉദ്ദേശിക്കുന്ന ആള് ഞാൻ തന്നെയാണെന്നും എല്ലാം ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ചെയ്തതെന്നും അവരോട് പറയണം. ചെയ്യാത്ത തെറ്റിനാ 3.5 കൊല്ലം അകത്ത് കിടന്നത്. വേണ്ടപ്പെട്ടവരൊക്കെ പോയി. ഇനി എന്തിനാ ജീവിക്കുന്നേ? നീ എന്താ മരിക്കാൻ പോകുവാണോ? മരണം ഒന്നിനും ഒരു പരിഹാരമല്ല കുഞ്ഞെ. കർത്താവ് എല്ലാം നേരെയാക്കും. നീ സമാധാനപ്പെട്. പിന്നെ ഒരു ചിരിയോടെ ഒന്നും മിണ്ടാതെ അവൻ പോയി. പിന്നെ കണ്ടത് പിറ്റേ ദിവസം കത്തിക്കരിഞ്ഞ നിലയിലാ.